കായ്പോള പ്ലാന്റേൻ എഗ് കേക്ക് ഒരു മലബാർ റെസിപ്പിയാണ്. ഇതിനു വേണ്ടി ഏത്തക്കായ തൊലി കളഞ്ഞിട്ട് ഒന്ന് 4ആയിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ച് മാറ്റി വെക്കാം. പിന്നെ ആവശ്യമുള്ളത് കാഷ്യൂനട്ട്, റൈസിൻ, കുറച്ച് ഗ്രേറ്റഡ് കോക്കനട്ട്. ഇത് കാർഡമം ഷുഗറുമായിട്ട് മിക്സ് ചെയ്തൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. ആദ്യം ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ട് ഒന്ന് വറുത്ത് എടുക്കാം. എന്നിട്ട് റൈസിൻ അതിലേക്കിട്ട് അതും ഒന്ന് വറുത്ത് മാറ്റി വെക്കാം. അതേ പാനിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തപ്പഴമില്ലേ, അതിട്ട് ഒരു 7 മിനിറ്റ് ഒന്ന് ഇതേപോലെ വഴറ്റിയിട്ട് ഗ്രേറ്റഡ് കോക്കനട്ടും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിതേ ഒരു കാരമലൈസ് ചെയ്യുന്ന പരുവാകുമ്പം നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് കൂൾ ചെയ്തെടുക്കാം. ഈ സമയത്ത് 2 എഗ്ഗ് ഒന്ന് അടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പിന്നെ റോസ് വാട്ടർ ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിച്ച് മിക്സ് ചെയ്ത് കാർഡമം പൗഡർ പൊടിച്ച് വെച്ച കാർഡമം പൗഡർ ഇട്ട് ആവശ്യത്തിന് മധുരം ചേർത്ത് പിന്നെ ഒരു പിഞ്ച് സാൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ മാറ്റി വെക്കുക. ഈ സമയത്ത് നമ്മൾ കൂൾ ചെയ്യാൻ വെച്ച ബനാന ഇല്ലേ, ആ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിത് കുറേശ്ശെയായിട്ട് എഗ് മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇത് ഞാനതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്യുമ്പോഴേ കാഷ്യൂനട്ടും റൈസിനും ഇതിൻ്റെ കൂടെ ഇടണ്ട കേട്ടോ, അത് പിന്നെ നമുക്ക് ലാസ്റ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ മാറ്റി വെക്കാം. കാഷ്യൂനട്ട് ഇപ്പോൾ ഇടുന്നില്ല കേട്ടോ. ഞാനിവിടെ 2 പാൻ എടുത്തിട്ടുണ്ട്. താഴത്തെ പാനിൽ കുറച്ച് വാട്ടർ ഒഴിച്ച് അത് ബോയിൽ ചെയ്തിട്ട് അതിൻ്റെ മേളിൽ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ നിറച്ച് ഗീയൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഒഴിക്കുമ്പോൾ അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. താഴത്തെ പാനിലെ വാട്ടർ ബോയിൽ ചെയ്തിട്ട് ആ ഹീറ്റ് കൊണ്ട് നമ്മൾ മേളത്തെ പാന് ചൂടായി വരും. നമുക്ക് ആ മിക്സില്ലേ അത് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്തിട്ട് പിന്നെ കാഷ്യൂനട്ടും റൈസിനും അതിനകത്ത് ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആദ്യം എഗ് ബനാന മിക്സ് ഒഴിച്ച് സ്പ്രെഡ് ചെയ്ത ശേഷം കാഷ്യൂനട്ടും റൈസിനും ഇതേപോലെ അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആഡ് ചെയ്തേക്കുന്നുണ്ട്, നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കണ്ട താഴത്തെ പാനിലെ വാട്ടർ ബോയിൽ ചെയ്യുന്നുണ്ട്. ഹീറ്റ് കൊണ്ട് മേളത്തെ പാൻ പയ്യെ ചൂടായി വരും കേട്ടോ. ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10 to 20 മിനിറ്റ്സ് നിങ്ങൾ കുക്ക് ചെയ്തെടുക്കണം. എഗ്ഗിലുണ്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നില്ല, തുറന്ന് വെച്ച് തന്നെ നമുക്ക് കാണാം എഗ്ഗൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്നത്. ഇപ്പോൾ കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇളകിയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് അത് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ടുള്ള കായ്പോള റെഡി. ഇതിനൊക്കെ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ. ഇനി നമുക്കത് ഒരു പീസൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, റിയലി യമ്മി. പയ്യെ ലോ ഫ്ലെയിമിൽ വെച്ച് ബോട്ടം ഒന്നും ബേൺ ചെയ്ത് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് പയ്യെ കുക്ക് ചെയ്യുക. റിയലി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക.